ഹായ് ഫ്രണ്ട്സ്, എന്തു ഭംഗിയുള്ളൊരു സ്ഥലമല്ലേ. പല വർണ്ണങ്ങളിലുള്ള വിൻഡ് മിൽസും ചരിഞ്ഞ മേൽക്കുരകളോടുകൂടി മുൻഭാഗം ട്രയാങ്കുലർ ഷേപ്പിലുള്ള വീടുകളുമൊക്കെയുള്ള ഈ പ്രദേശത്ത് എത്തിയപ്പോൾ ജയശ്രീയും വേണുമാഷും ഏതോ ഒരു സിനിമാറ്റിക് മൂഡിലായെന്ന് തോന്നുന്നു. ഈ പശ്ചാത്തലത്തിന് ഇവരുടെ ഈ റൊമാൻസിനെ പറ്റിയ പാട്ട് ഏതാണെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. ഈ സുന്ദര ഗ്രാമം ഏതാണെന്നല്ലേ ഞാൻ എൻ്റെ ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞ സ്ഥലം തന്നെ, സാൻ സെഷാൻസ് വില്ലേജ്. നെതർലാൻഡ്സിൻ്റെ നാഷണൽ സിംബലായ ക്ലോക്സ് അഥവാ വുഡൻ ഷൂ, ചീസ് ഫാക്ടറി, വിൻഡ് മിൽസ്, ടുലീപ്പ് ഗാർഡൻ ഇതെല്ലാം ഒരു കുടക്കീഴിൽ കാണാൻ കഴിയുന്ന സുന്ദര ഗ്രാമം. പക്ഷേ ടുലീപ്പിൻ്റെ സീസൺ ഇതല്ല കേട്ടോ, അത് ഏപ്രിലാണ്. പകരം നമുക്ക് വഴിയെ മരം കൊണ്ടുണ്ടാക്കിയ ടുലീപ്പ് പൂക്കളും കാണാം. ഈ സുന്ദര ഗ്രാമ കാഴ്ചകൾ കാണുന്നതിനായി ഒരു വർഷം 1 മില്യണിലധികം ജനങ്ങളാണത്രേ ഇവിടെ വരുന്നത്. ഈ മനുഷ്യരൊക്കെ ഓടിക്കയറുന്ന കെട്ടിടത്തിനകത്ത് എന്താണെന്നറിയാമോ? ഇവിടെ ഈ ലവ് ഷേപ്പിൽ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന വുഡൻ ഷൂ ഉണ്ടാക്കുന്ന ഫാക്ടറിയിലേക്കാണ്. ഇതിനകത്ത് നമുക്ക് ലൈവായി വുഡൻ ഷൂ നിർമ്മാണം കാണാം. പക്ഷെ അതിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പേ അവിടെ അതിൻ്റെ വീഡിയോയും പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഒരു തടി കഷണം കൃത്യമായ അളവിലുള്ള സുന്ദരമായ ഷൂ ആയി മാറുന്ന വിവിധ ഘട്ടങ്ങളാണ് ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത്. ഈ വീഡിയോയും കണ്ട് അകത്ത് കയറിയപ്പോഴോ പല വർണ്ണങ്ങളിലും വിവിധ സൈസുകളിലുമുള്ള ഷൂകളുടെ ഒരു വർണ്ണ വിസ്മയ ലോകം തന്നെ. നമ്മുടെ ഇവിടെ മരം കൊണ്ടുണ്ടാക്കിയ മെതിയടി എന്നൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷെ ഷൂ ഒന്നും മരത്തിൽ തീർത്ത് ഇതുവരെ കണ്ടിട്ടില്ല. ടുലീപ്പിൻ്റെ സീസൺ കഴിഞ്ഞെന്നുള്ള സങ്കടം വേണ്ട. അതേ പല വർണ്ണങ്ങളിൽ പല സൈസുകളിൽ എന്ത് മനോഹരമായ ടുലീപ്പ് പൂക്കളാണ് ഇവിടെ എല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇതും ഉടനാണേ. ഒരു കൊച്ചു സുന്ദരിയും അവളുടെ പാകത്തിനുള്ള ഷൂ എല്ലാം സെലക്ട് ചെയ്യുന്നത് കണ്ടോ? ഇതെല്ലാം ഇവിടത്തുകാർ ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. അതെ സോക്സും എടുത്തു വച്ചിരിക്കുന്നു. നമുക്ക് ഇതെല്ലാം വല്ല സുവനീറായിട്ട് വീട്ടിൽ സൂക്ഷിച്ചു വെക്കാൻ വേണ്ടി മാത്രമേ ആവശ്യമുള്ളൂ. എന്നാൽ പിന്നെ ഈ കുഞ്ഞു ഷൂകളുടെ അടുത്ത് നിന്നൊന്ന് പോസ് ചെയ്തേക്കാമല്ലേ. എന്ത് കുഞ്ഞു ഷൂ ആണെന്ന് നോക്കൂ. ഇതൊക്കെ സന്ദർശകരെ ഉദ്ദേശിച്ചുള്ളത് തന്നെ. നമുക്ക് സുവനീറായിട്ടൊക്കെ വീട്ടിൽ കൊണ്ടുപോയി സൂക്ഷിച്ചു വയ്ക്കാം. 1.5 യൂറോ ആണ് ഒരെണ്ണത്തിന്. ഏകദേശം 150 രൂപയിൽ കൂടുതൽ വരും. ഇവിടെ എത്തിയപ്പോൾ വിൻഡ് മില്ലിൻ്റെ സ്ട്രക്ചറും അതുപോലെ ഷൂവിനകത്ത് ടുലീപ്പ് വെച്ചിരിക്കുന്ന മോഡലും ഒക്കെ ഉണ്ട്. ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഷൂ ഫാക്ടറിയിൽ നിന്ന് ഇറങ്ങി നടന്നു തുടങ്ങിയപ്പോഴേക്കും ചെറിയ അരുവികളും തടാകങ്ങളും അരയന്നങ്ങളും നല്ല വീടുകളും വിൻഡ് മിൽസും ഒക്കെയുള്ള സുന്ദര സുന്ദര കാഴ്ചകളാണ്. ഇവിടെ കാറ്റിന് സുഗന്ധം എന്ന് പാടാൻ തോന്നുമോ? എന്തിൻ്റെ സുഗന്ധമാണെന്നറിയാമോ? നല്ല ഫ്രഷ് ചോക്ലേറ്റിൻ്റെയും അതുപോലെ പുതിയതായിട്ട് ബേക്ക് ചെയ്തെടുത്ത വേഫിൾസിൻ്റെയും ചീസിൻ്റെയും ഒക്കെ നല്ല സുഗന്ധമാണ് ഇവിടെ എല്ലാം. അപ്പോൾ നമ്മളുടെ യാത്ര ഇനി എങ്ങോട്ടേക്കാണ്? ചീസ് ഫാക്ടറിയിലേക്ക്. ഏക്കർ കണക്കിന് സ്ഥലത്ത് വ്യാപിച്ചു കിടക്കുന്ന ഈ പ്രദേശം എന്ന് പറയുന്നത് ഡച്ച് പൈതൃകത്തിൻ്റെ, ഡച്ച് സംസ്കാരത്തിൻ്റെ ഒരു ലിവിങ് മ്യൂസിയം തന്നെയാണ്. പറയാതെ വയ്യ. ഈ പുൽമേടുകളിലെല്ലാം ധാരാളമായി പശുക്കളെയും ആടിനെയും എല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ചീസിനും പാലുൽപ്പന്നങ്ങൾക്കും ഒന്നും ഒരു കുറവും വരില്ലല്ലോ. ഈ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് പലതും കട്ട് ചെയ്യാമെന്ന് തോന്നും, ലെങ്ത് കുറയ്ക്കാൻ. പക്ഷേ ഇതിലേത് മുറിക്കും, ഏത് ഭാഗത്തിനാണ് ഭംഗിയില്ലാത്തത്? എനിക്കിത് എന്തെങ്കിലും പറഞ്ഞ് ഇതെല്ലാം ഫില്ല് ചെയ്യണം, ഈ കാഴ്ചകളെല്ലാം നിങ്ങളെ കാണിക്കണം എന്നുള്ളൊരാഗ്രഹം വരുന്നത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഫുള്ളായി കാണിക്കുന്നത്. എന്നിട്ടും പലയിടത്തും എൻ്റെ കത്രിക ഞാൻ ഉപയോഗിച്ചു എഡിറ്റ് ചെയ്തു, കട്ട് ചെയ്ത് കളഞ്ഞു. അങ്ങനെ എല്ലാവരും കൂടി നടന്ന് ദേ ചീസ് ഫാക്ടറിയിലേക്കും എത്തി. ഇനി അതിനകത്തും പല പല കാഴ്ചകളും, ചീസോ ചോക്ലേറ്റ്സോ വേഫിൾസോ എന്ത് മിൽക്ക് പ്രോഡക്ട്സ് വേണമെങ്കിലും വാങ്ങാം. പിന്നെ എവിടെ ക്യാമറ വെച്ചാലും എവിടെ നിന്നാലും ഒക്കെ ഫോട്ടോഷൂട്ടിന് പറ്റിയ സ്ഥലങ്ങൾ തന്നെ. അങ്ങനെ പത്മിനി ചേച്ചി വലതുകാൽ വെച്ച് അകത്തേക്ക് പ്രവേശിക്കുകയാണ്. ഹെൻറി വില്ലിങ്ങിൻ്റെ ചീസ് ഫാക്ടറിയിലേക്ക് സ്വാഗതം. ഡച്ചിലും ഇംഗ്ലീഷിലുമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ പാലെല്ലാം വലിയ കണ്ടെയ്നേഴ്സിലൊക്കെ ഇട്ട് എന്തൊക്കെയോ പ്രോസസ്സൊക്കെ ചെയ്ത് അതിൻ്റെ പ്രോഡക്ട്സുകളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ എൻ പ്രോഡക്ട്സ് ആണ് ദേ ഇവിടെ വെച്ചിരിക്കുന്നത്. എല്ലാവരും എന്തൊക്കെയോ മേടിക്കുന്നുമുണ്ട്. ഞങ്ങളൊന്നും മേടിച്ചില്ല കേട്ടോ. ചോക്ലേറ്റ്സൊക്കെ നമ്മുടെ സ്ഥിരം സ്വഭാവം അനുസരിച്ചൊന്ന് ടേസ്റ്റ് ചെയ്തൊക്കെ നോക്കി. വിലയൊക്കെ കേട്ടപ്പോൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. പേര് കേട്ട സ്ഥലത്തു നിന്നുള്ള ചോക്ലേറ്റ്സൊക്കെ നാട്ടി വരുമ്പോൾ ചോദിക്കും, അത് മേടിക്കാം. ഇത് അധികം ആരും പറഞ്ഞു കേട്ടിട്ടില്ലല്ലോ എന്ന് കരുതി ഞങ്ങളിത് ഉപേക്ഷിച്ചു. അപ്പോൾ എങ്ങനെയുണ്ട് ഈ സാൻ സെഷാൻസ് വില്ലേജ്? നല്ല ഭംഗിയുണ്ടല്ലേ. വലിയ വലിയ കാര്യങ്ങളൊന്നും ഇവിടെ പറയാനില്ല, എന്നാൽ കാണാൻ ഭംഗിയുള്ള നല്ല സ്ഥലങ്ങളും കണ്ട് അപ്പോഴേക്കും നല്ല വിശപ്പായി തുടങ്ങി. തൊട്ടടുത്ത് തന്നെ ജുബൈർ നിശ്ചയിച്ചിരുന്ന ഹോട്ടലിൽ കയറി ഭക്ഷണവും കഴിച്ചു. ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ടായേ.
ഈ നാട്ടിൽ പുട്ടും കടലയും ചപ്പാത്തിയും കിട്ടുമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടോ? ഇവിടുത്തെ മെയിൻ കോഴ്സ് നോക്കൂ, ചിക്കനോ ഫിഷോ, അതിൻ്റെ കൂടെ ഫ്രഞ്ച് ഫ്രൈസ്, വെജിറ്റബിൾസ്, പിന്നെ സ്റ്റാർട്ടേഴ്സും അവസാനം ഡെസേർട്ടും ഒക്കെ ഉണ്ട്. പക്ഷെ വേണുമാഷിൻ്റെ അനിയൻ്റെ വീട്ടിൽ നിന്ന് അന്ന് പുട്ടും കടലയും ചപ്പാത്തിയും ഒക്കെ നമ്മുടെ ബാബുചേട്ടനായിട്ട് എല്ലാം മംഗളമായിട്ട് അവസാനിച്ചു. എങ്ങനെയുണ്ട്? ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും ബൈ.